ഹായ്, എന്താണ് മുള്ളൻസ് വ്ളോഗിലേക്ക് അല്ല മുള്ളൻസ് കാസ്റ്റിലേക്ക് അല്ലേ? അങ്ങനെയല്ലേ? യെസ്. അപ്പൊ നമ്മൾ എവിടെ പോണ്? ഉമ്മാന്റെ വീട്ടിലേക്ക്, മമ്പാടിലേക്ക്. അപ്പൊ മമ്പാടിലേക്ക് ഒരു യാത്ര. അപ്പൊ യാത്രയിലുള്ളതൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോളൂ, കണ്ട് ഇരുന്നോളൂ. അങ്ങനെ പോയിച്ചു തരാം. മുണ്ടാളെ പുറത്തുന്നോളെ എല്ലാം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടോളുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആഴ്ച പോകാൻ ഞാൻ പോയിച്ചാലും ലാസ്റ്റ് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചുരുക്കോ കൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാക്കണ് ചെറുക്കന്മാര് എവിടെ പോണ്? മമ്പാട്ട്. ഓക്കെ, എയർകോയിട്ട് മമ്പാട്ട്. അവിടെ ഉണ്ട് ഒരാൾ ക്യാമറയുടെ അല്ല എന്താണ് കണ്ണാടി സുന്ദരിയാവുന്നു നമ്മുടെ സുന്ദരിപ്പെട്ട അല്ലാത്തയാണ്. പെണ്ണിനെ കണ്ടില്ലായിരുന്നു, പെണ്ണിനെ കണ്ടില്ലേ? അതാണ് നമ്മളെ പെണ്ണ്. അപ്പൊ നമുക്ക് വഴിയോര കാഴ്ചകളൊക്കെ ഉണ്ട്. ഇങ്ങനെ മണ്ട വിട്ടു പോവാം. എങ്ങനെയുണ്ട്? ഉള്ളല്ലേ? വര പൊട്ടി, ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ എല്ലാരും റെഡി ആയിട്ടിരിക്കാണ് പോലെ. അപ്പൊ ഞങ്ങൾ പോണ വണ്ടിയാണ് ഞങ്ങൾ 4 ആള് പോണ വണ്ടിയാട്ടത്. കണ്ടോളി, ഈ ഒരു വണ്ടിമേ ഞങ്ങൾ നാണു എണ്ട വൈഫും ഞങ്ങൾ കുട്ടി എല്ലാവരും പാടെ ഒറ്റപ്പോക്ക്. അതെ, ഞങ്ങൾക്ക് 4 പേർക്ക് പോകാനുള്ള നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾ 4 ആൾ തീമ എങ്ങോട്ടാ പോകണം? മമ്പാട്ടക്കറ്റ തീമ പോകില്ല. ഞങ്ങൾ പോണത് തറവാട്ടിലേക്ക്. എൻ്റെ തറവാട്ടിൽ നിന്ന് ഉമ്മാനെയും കൊണ്ട് പോകണം. അപ്പോൾ തറവാട്ടിലേക്ക് പോവാം. തറവാട് കണ്ടേ വിട്ട വണ്ടി. ബിസ്മില്ലാ. അപ്പം നമുക്ക് ഹെൽമെറ്റ് എടുക്കണം. നമ്മൾ പോവാണ് ഗായ്സ്. ഹെൽമെറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഗായ്സ്. അപ്പം ഞങ്ങൾ 4 പേരാണ് ഗായ്സ്. ഇല്ല സാർ, ഞങ്ങളിങ്ങനെ പോകുന്നു സാർ. ഞങ്ങൾ ഹെൽമെറ്റ് മാറുന്നു ഗായ്സ്. ബ്ലോഗിൽ എടുക്കാൻ മറന്നു ഗായ്സ്. ഹെൽമെറ്റ് മാറുന്നു ഗായ്സ്. ഞങ്ങൾ ഷോർട്ട് കട്ടാട്ടോ, ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് റോഡ് കൂടെ പോകാൻ പറ്റൂല. അപ്പം ഞങ്ങൾ ഷോർട്ട് കട്ട് ഇങ്ങനെ പിടിച്ചു. നേരെ തറവാട്ടിക്കുള്ള ഷോർട്ട് എന്നാൽ പറയാൻ പറ്റില്ല, കൂടുതലാണ്. ഷോർട്ട് അങ്ങാടി കൂടെ പോകുമ്പോഴാണ് കൂടുതൽ, റോഡ് കൂടെ പോകും ഗൈസ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടുത്തെ കറക്റ്റ് ഇതാ നിന്റെ എളാപ്പാൻ്റെ പേര് കേട്ടോ. ഇതെന്താ ഇവിടെ എല്ലാവരും എടുക്കാൻ പോകണം നിൽക്കണേ? എങ്ങോട്ടാണോ? അവിടെ എന്തോ പരിപാടി ഉണ്ട്. അതിൻ്റെ എളാപ്പാൻ്റെ പേരാണ് ഗൈസ്. ഇവിടെ എൻ്റെ അനിയനെ വീടുന്നുണ്ടാക്കുന്നുണ്ട് ഗൈസ്. അവിടെ ഒരു ചീറ്റൊക്കെ ഇട്ടിട്ടാണ്ടോ? അത് നമ്മുടെ അമ്മ ലക്കിക്കട. അവിടെ നമ്മളെ അനിയൻ്റെ വീടുണ്ട് ചേട്ടായി. അപ്പോൾ ഇങ്ങനെ പോകും. ഇവിടെ കറക്റ്റ് 1 കിലോമീറ്റർ ആട്ടോ. എൻ്റെ പേരിൽ നിന്ന് തറവാട്ടിക്ക് കറക്റ്റ് 1 കിലോമീറ്ററാണ് യാത്ര. ഓക്കെ, അയ്യോ സോറി ഗൈസ്, 1 കിലോമീറ്റർ അല്ല 3 കിലോമീറ്ററാണ് എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് യാത്ര. മാറിപ്പോയി, ഞാനിങ്ങനെ അന്തം വിട്ടു. 1 കിലോമീറ്ററോ? അയ്യോ 1 കിലോമീറ്റർ അല്ലല്ലോ. ഈ റോഡ് നിങ്ങൾ നോക്കണ്ട കേട്ടോ. റോഡൊക്കെ അമ്പയാടി ശരിക്കും പൊടി. എൻ്റെ കച്ചവടം കാണും. അപ്പൊ ഗൈസ് നമ്മൾ വീടെത്താനായി. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വൈഫ് ഹൗസ്. കാണിച്ചു കൊടുക്കട്ടെ. വൈഫ് ഹൗസ് കാണിച്ചു കൊടുക്കുക. കണ്ടോ? ഇതാണ് എൻ്റെ വൈഫ് ഹൗസ്. വൈഫ് ഹൗസിൽ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വൈഫ് ഹൗസിൽ നിന്നും കണ്ടോ? അതെ, എൻ്റെ വീട്ടിലേക്ക് വലിയ ദൂരമില്ല ഗോയ്സ്, വലിയ ദൂരമില്ല. ഇതാണ് എൻ്റെ വീട്. കണ്ടോ? എൻ്റെ വീട് കണ്ടോ? നിങ്ങൾ കണ്ടോ? എൻ്റെ വീട് കണ്ടോ? എൻ്റെ വീട് കണ്ടോ? നിങ്ങൾ കണ്ടോ? കാണിച്ചു കൊടുക്കണം. ദിസ് ഈസ് മൈ ഹൗസ്. ദിസ് ഈസ് മൈ ഹൗസ്. ദിസ് ഈസ് മൈ ഹൗസ്. ഈ കാർ എടുക്കണം ഗൈസ്. നമുക്കിനി 4 പേർക്ക് ഇനിയുള്ള യാത്ര ഇറങ്ങണം. ആ ഗേറ്റ് തുറക്ക്. ഇനിയുള്ള യാത്ര നടക്കില്ല മക്കളെ. ഇനിയുള്ള യാത്ര നമുക്ക് നമ്മളെ തറവാട്ടിൽ നിന്നും കാർ എടുത്തിട്ട് നടക്കുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, കണ്ടില്ലേ? ഓക്കെ, നേരെ പിടിച്ചടാ ഗൈസ്. ഗൈസ് 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 അപ്പോൾ ഗൈസ് നമുക്ക് കാർ എടുക്കണം. ഇതാക്കണം.
കാർ എടുക്കുകയാണ് ഗൈസ്. വാഗനർ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് വണ്ടിയിലുള്ള പോയിട്ട് ബാക്കി ഇതെടുക്ക് ബെൽറ്റ് ഇട്ട് അപ്പൊ പോയിച്ചു വരാം. ആദ്യ ഞാനപ്പോ ആദ്യ എങ്ങോട്ടാ പോണ്? എങ്ങോട്ടാ പോണ്? ആദ്യ ഇങ്ങോട്ടാ പോണ്? ഇങ്ങോട്ടോ എന്തിനാ പോണ്? എടുക്ക പോണ്? ആടാ ചുങ്കത്ര മെയിൻ ഊട്ടി വൈകിട ഊട്ടിയും നെഞ്ചി അങ്ങാടി നിലമ്പൂർ അങ്ങാടി കഴിഞ്ഞിട്ടാണ് കുറച്ച് നയിപ്പാണ്. വണ്ടിയുടെ കുറവാണ്. വണ്ടിയുടെ മോഡാണ്. സൈഡൊക്കെ പിടിച്ചോ, ഇങ്ങൊക്കെ പിടിച്ചോ. അന്നല്ലേ ഞാൻ ക്യാമറമാൻ എടുത്ത് ഇഞ്ഞും പിടിച്ചണോ? ഞാനൊക്കെ അവിടെ ഇരിക്കണില്ലേ? അങ്ങനെയല്ല, ഞങ്ങളൊക്കെ പിടിച്ചോ, എല്ലാരും പിടിച്ചണോ? എന്ത് ക്യാമറമാൻ? അനക്ക് വയ്ക്കൂല, അനക്ക് വയ്ക്കൂല. പിടിച്ചോ.
തിരിച്ചറിയില്ല. അപ്പൊ അവർ പറഞ്ഞ പ്ലാൻ അറിയില്ല. ഞാൻ എന്നിട്ട് ഉബിനോട് പറഞ്ഞ ഉബി അറിഞ്ഞിട്ട് അവരെ വിറ്റത്.
ഗൈസ് നമ്മുടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഉമ്മാൻ്റെ പേര അല്ലെ പണ്ട് ഇതിലൊക്കെ ഓടിച്ചാടിനൊക്കെ ഇവിടെ കാടുകളും പറമ്പുകളൊക്കെ കളിച്ച് നടന്നൊരു സ്ഥലമായിരുന്നു. ആ കാണുന്ന നേരെ കാണുന്നതാണ് ഉമ്മാൻ്റെ വീട്. പക്ഷെ അതൊന്നും അന്ന് ഈ വഴിയൊന്നും ഇല്ലായിരുന്നു. വഴിയൊക്കെ അപ്പുറത്ത് കൂടെയാണ്, കണ്ടോല തൊടു കൂടെ ഒക്കെ ആയിരുന്നു. ഈ വഴിയൊക്കെ പിന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഉമ്മാൻ്റെ വീട്. വീടുകളങ്ങനെ ഏച്ചിട്ട് ചെറിയ വീടായിരുന്നു. ഓരോരുത്തരുടെ കല്യാണത്തിന് വേണ്ടി ഉമ്മക്ക് 5 ആങ്ങളാരാണ്, 3 പെൺകുട്ടികൾ. ഇതാക്കണം ഉമ്മാൻ്റെ ഉമ്മ എൻ്റെ മോനാണ്. പഴയ വീട് അങ്ങനെയുണ്ട്. സെറ്റല്ലേ, പൊളിയല്ലേ? വെച്ചിട്ടുണ്ടാക്കിയ സ്ഥലത്ത് നമ്മളെ ചെക്കന് എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ തിമിർത്ത് കുറച്ച് നേരം ഇവിടെ തിമിർത്ത് ഫുഡൊക്കെ കഴിച്ചു. ഇത് നമ്മുടെ ഉമ്മാൻ്റെ ഉമ്മ വാപ്പ, പിന്നെ ഇത് ഉമ്മാൻ്റെ വാപ്പാൻ്റെ അമ്മ. ഇവരൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊക്കെ ഇവരൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം കുറേ ആയിട്ടുള്ളൂ മരിച്ചിട്ട്. എന്നിട്ടില്ല, എന്നാലും എല്ലാം കണ്ടു സെറ്റപ്പല്ലേ പഴയ വീട്. ഒക്കെ സൈഡായി കിടക്കുക, കുട്ടികളും മക്കളൊക്കെ കാച്ചും പാട്ടും. ഇതെന്താ രസറിയാം. പഴയ വീടാണ്, പഴയ ഞങ്ങളുടെ കുറ്റിയാകുമ്പോഴുള്ള വീടാണ്. പഴയ വീട് കിവിലങ്ങോട്ട് പഴയ വീടും പഴയ വീട് ഓൾട്ട് ചെറിയ ചെറിയ റൂമുകളാണ്. പിത്തന കൊള്ളികൾ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറേ വീടുകളിൽ പോയിട്ടും ഉമ്മാൻ്റെ ആങ്ങളെ വീട്ടിലൊക്കെ പോയി നിൽക്കാൻ പറ്റില്ല. മഴയും കാര്യങ്ങളും ചികിത്സയൊക്കെ ആയതുകൊണ്ടൊന്നും പറ്റില്ല. ഇത് പിന്നെ ഞങ്ങൾ ഓടായിക്കലും ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ അങ്ങോട്ടൊരു യാത്ര പോയി. ഉമ്മാടെ അനിയത്തി കുഞ്ഞാമ്മ, അപ്പോൾ അവിടെ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ എന്താ പറയുക, അവിടെ കുഞ്ഞാമ്മയും അപ്പോൾ അവൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയി എല്ലായിടത്തും ഒന്ന് കറങ്ങി തിരിച്ച് വൈകിട്ട് അങ്ങനെ വീട്ടിലെത്തി. അൽഹംദുലില്ലാഹ് ഖൈറായി. അപ്പം ഇത് ഞങ്ങൾ അക്കരെ എന്ന് പറയും, ഓടായിക്കലും. ഇത് അമ്പാട് തന്നെയാണ്, അമ്പാട് ഓടായിക്കലാണ് സ്ഥലം. എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞിങ്ങനെ പോകുന്നു. അതും ഒരു എൻജോയ്മെൻറ്റ്, രസം. താങ്ക് യു. അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാം എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. എന്താ വെച്ചാൽ കുറേ തിരക്കും മഴയും മറ്റും ചീച്ചിലും ബീച്ചിലും എൻ്റെ വീടുകളിൽ എല്ലായിടത്തും കയറിയപ്പോൾ ഏറ്റവും മഴയും ആകെ ചീച്ചിലായി. നമ്മൾ വിചാരിച്ച മാതിരി നടന്നിട്ടില്ല. അതെ, പെരും ബ്ലോക്ക്. നിലമ്പൂർ അങ്ങാടിയൊക്കെ കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ നല്ല പണിയും. ചുങ്കത്ര നിലമ്പൂരൊക്കെ ചന്തക്കുന്ന് തൊട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ചന്തക്കുന്ന് തൊട്ട് നിലമ്പൂർ കോടതിപ്പടി വരെ ഞങ്ങൾ നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ അങ്ങനെ ഓക്കെ, ബൈ, സീ യു. Bye bye.